പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയാണെങ്കിൽ റൂമിൽ പോയിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ നമുക്കും ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് നൈന വന്നിട്ട് അനീനെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അനി ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നൈനയ്ക്കും അങ്ങനെ നല്ല വിഷമമാവുന്നുണ്ട്. നൈന ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, എന്നോട് ക്ഷമിക്കും മോനെ, എൻ്റെ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നന്ദുവിൻ്റെയും അനിയുടെ ജീവിതം കൂടെ ഇങ്ങനെ ആവരുത്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയേണ്ടി വന്നത്. എന്നോട് ക്ഷമിക്കും മോനെ എന്നൊക്കെ ഇങ്ങനെ നൈന അങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. നൈനയ്ക്കാണെങ്കിലും അനി അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പിന്നീട് അനാമികയുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോളും അനിയും പരിചയപ്പെട്ട ശേഷം ആ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലാൻ പറഞ്ഞത് എൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നൊക്കെ പറയുകയാണ്. അതുപോലെ തന്നെ അനിയുടെ മുത്തശ്ശൻ ഇവിടെ വന്നപ്പോഴും ഞാൻ വാക്കുറപ്പിക്കാൻ ഇങ്ങനെ ധൃതി കാണിച്ചത് എന്തിനാണെന്ന് മോൾക്ക് നന്നായിട്ട് അറിയാലോ. മോൾക്ക് കിട്ടിയത് ഒരു ലോട്ടറി തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് താഴ്ന്നു കൊടുക്കണം എന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ടായിരുന്നു, അവളുടെ ചേച്ചി അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞെങ്കിലും എനിക്ക് അവളെ ഇഷ്ടമല്ല, അവളൊരു നന്ദു എന്ന് പറയുന്നവളൊരു കാഞ്ഞ വിത്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അനാമികയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ കുറച്ച് താഴ്ന്നു കൊടുക്കണം, അതുകൊണ്ട് നേട്ടമുണ്ടാവാൻ പോകുന്നത് നമുക്ക് തന്നെയാണ്, അവർക്കൊന്നല്ല എന്നൊക്കെ പറയുകയാണ്. പിന്നീട് അതുപോലെ തന്നെ ആ വലിയ വീട്ടിലെ പെൺകുട്ടികളെല്ലാം ഇങ്ങനെ അനന്തപുരിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ആ സമയത്താണ് നമുക്ക് ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയത്. അതുകൊണ്ട് തന്നെ മോള് അത് ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ വീട്ടിലെ ചെറുക്കന്മാർക്ക് ചിലപ്പോൾ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ പ്രണയമൊക്കെ ഉണ്ടായി എന്ന് വരാം. അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട, കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എന്താണോ അത് നോക്കിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മോൾക്ക് കിട്ടിയ നല്ലൊരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്നത് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമല്ലേ മോൾക്ക് കിട്ടിയത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അനാമികയുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അവിടേക്ക് വന്ന രണ്ട് മരുമക്കളും എങ്ങനെയാണ് വന്നതെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാലോ, അവരുടെ ചരിത്രമൊക്കെ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മോളെ ആയിരിക്കും അവർ കൈവെള്ളയിൽ വെച്ച് കൊണ്ട് നടക്കാൻ പോകുന്നത്. അതെന്തായാലും മോള് മുതലെടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ആ വീട്ടിലേക്ക് കയറണമെങ്കിൽ മോളൊന്ന് താഴ്ന്നു കൊടുക്കണം, അനഘയായിട്ട് ഇങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കരുത് എന്നുള്ളതിലൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയും പറയുന്നുണ്ടായിരുന്നു. അനാമിക അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്ന സമയത്ത് അനാമികയുടെ അച്ഛനാണെങ്കിലും അമ്മേനോട് പറയുന്നുണ്ടായിരുന്നു, ആ വീട്ടിലെ പയ്യനുമായിട്ടുള്ള ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിലവാരം കൂടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം പിന്നീട് അനാമിക ഇനിയിപ്പോൾ അവനെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അനീനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ആ സമയത്താണ് അനാമിക വിളിക്കുന്നത്. അപ്പോൾ അനിയെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അവളോട് പരിഭവം കാണിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ, ഇനിയിപ്പോൾ അവൾ എൻ്റെ ഭാര്യയാവാൻ പോകുന്ന കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും കോൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും നല്ല രീതിക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. അനാമിക ആദ്യം വിളിച്ചിട്ട് സോറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചാൽ നിനക്ക് വിഷമമായോ, സോറി എന്നൊക്കെ പറയാനായിട്ട്, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ നിൻ്റെ ഫ്രണ്ടാണ് നന്ദു, അപ്പോൾ നിൻ്റെ ഫ്രണ്ട്സിനെ വേണ്ടെന്ന് വയ്ക്കാൻ പറയാനുള്ള അധികാരമൊന്നും എനിക്കില്ല, അതും കല്യാണത്തിന് മുന്നേ ഞാൻ ചെയ്തതും തെറ്റായിപ്പോയി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിൻ്റെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കേണ്ടതായിരുന്നു, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നൊക്കെ പറയുകയാണ്. പിന്നീട് എന്തായാലും നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ അധികം അങ്ങനെ വഴക്കൊന്നും കൂടാതെ എന്തായാലും നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാം എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും അതിനൊക്കെ സമ്മതമാണ്. അപ്പോൾ ഞാനും നിന്നെ വിഷമിപ്പിക്കാതെ ഇനി കാര്യങ്ങളെല്ലാം ചെയ്തോളാം എന്നുള്ളതിൽ അനി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനി അങ്ങനെ പറയുമ്പോൾ അനാമയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് കോളൊക്കെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് നൈനയും ആദർശം കൂടെ പുറത്ത് പോകാനായിട്ട് റെഡി ആവാണ്. അപ്പോൾ നൈന വന്നിട്ട് ഇങ്ങനെ വളയൊക്കെ ഇടുന്ന സമയത്ത് ആദർശം നൈനയെ തന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഈ സാരിയിൽ ഇവിടെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് നൈനയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ഈ സാരി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നൈന പറയും കുഴപ്പമില്ലാന്ന്. അപ്പോൾ കുഴപ്പമില്ലാന്നേ ഉള്ളൂ അല്ലേ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അപ്പോൾ ആദർശം പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കേട്ടോ. അപ്പോൾ എന്തെന്നിങ്ങനെ നൈന ചോദിക്കുന്ന സമയത്ത്, അല്ല ഈ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചെന്ന ഷർട്ടല്ലേ എന്ന് പറയട്ടോ. ഓ, ഇത് നീ വാങ്ങിച്ചതായിരുന്നോ, എന്തോ എനിക്കിത് ഇട്ടപ്പോൾ അത്ര ഇതായിട്ട് തോന്നിയില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ വലിയ മടിയാണല്ലോ, എന്തായാലും ചില സമയത്ത് എൻ്റെ നല്ല കാര്യങ്ങളും അംഗീകരിക്കാറുണ്ടല്ലോ എന്നുള്ളതിലൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോൾ നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അല്ല മറ്റുള്ളവരെൻ്റെ ഡിസൈൻ അംഗീകരിക്കുമ്പോൾ അത് കൊള്ളില്ല എന്നൊന്നും പറയാറില്ലല്ലോ എന്ന് അറിയും കേട്ടോ. അപ്പം നല്ലതിനെ നല്ലത് എന്ന് തന്നെ പറയണ്ടേ എന്നൊക്കെ ആദർശം പറയണം. എന്നിട്ട് അതിൻ്റെ പേരിൽ ചെറിയൊരു വഴക്കുണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പം നൈന പറയും, എനിക്കിപ്പോൾ വഴക്ക് കൂടി പുറത്ത് പോകാൻ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് ആ സംസാരം അങ്ങനെ അവിടെ നിർത്തുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ആദർശം ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ, പ്രത്യേകിച്ച് എവിടെയെങ്കിലും പോകണമെന്നോ അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് കഴിക്കണമെന്നോ എന്തൊക്കെയെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നൈനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന്. അപ്പോൾ ആദർശം അതെന്താണെന്ന് ചോദിക്കും കേട്ടോ. അല്ല പോകുന്ന പോലെ തന്നെ തിരിച്ചു വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല നമ്മൾ സന്തോഷത്തിലാണല്ലോ പുറത്ത് പോകുന്നത്, അതുപോലെ തന്നെ വഴക്കൊന്നും കൂടാതെ തിരിച്ചു വരണമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ആദർശനാണെങ്കിലും ചിരിയൊക്കെ വരുന്നുണ്ട്. പിന്നീട് ആദർശ് പുതിയൊരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, അതൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ കൊള്ളാമെന്നൊക്കെ നൈന പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല സന്തോഷത്തിൽ രണ്ടുപേരും പുറത്ത് പോകാനായിട്ട് പോവാണ്. ഇവർ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്താണെങ്കിൽ അവിടെ താഴെ തന്നെ
ദേവേനയും ജയനും കൂടി ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ദേവേനീനെ കാണുമ്പോൾ ഇവർ തിരിച്ചു പോകാനായിട്ട് കയറുകയാണ്. അപ്പോൾ ജയൻ ഇവർ ഇറങ്ങി വരുന്ന കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെന്താ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് മേലോട്ട് തന്നെ കയറി പോകുന്നത്, നിങ്ങൾ എവിടെയോ പോകാൻ ഇറങ്ങി വന്നാണല്ലോ എന്ന് പറയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ എന്നിട്ട് ആദർശ് പറയുന്നുണ്ടായിരുന്നു നയനയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ നയന പറയും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ആദർശേട്ടനാണ് എന്നെ പുറത്ത് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചതെന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ ദേവേനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ദേവേനി പറയുന്നുണ്ടായിരുന്നു ആരാ കള്ളം പറയുന്നതെന്ന് ആർക്കറിയാം എന്ന് പറയും. അപ്പോൾ ഞാൻ ഉറങ്ങിയെന്ന് വിചാരിച്ച് വന്നതായിരിക്കും എന്ന് പറയാണ് കേട്ടോ. ദേവേനി അങ്ങനെ പറയുമ്പോൾ ജയൻ അത് ഇഷ്ടപ്പെടുന്നില്ല. ജയൻ പറയുന്നുണ്ടായിരുന്നു ഇവർ ഭാര്യയും ഭർത്താവുമാണ്, അപ്പോൾ അവർക്ക് പുറത്ത് പോകണമെങ്കിൽ നിൻ്റെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ദേവേനിക്കാണെങ്കിലും ആകെ ഇഷ്ടമാവുന്നില്ല. അപ്പം പിന്നീട് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ പിന്നീട് നീയല്ലേ മോളെ വിളിച്ചുകൊണ്ട് വന്നത്, നൈന മോൾ എന്തായാലും കള്ളം പറയുന്നു തോന്നുന്നില്ല, അപ്പോൾ നീ തന്നെ ആയിരിക്കും മോളെ വിളിച്ചുകൊണ്ട് വന്നത്, എന്നിട്ട് ഇപ്പോൾ അമ്മേനെ പേടിച്ച് അവനിങ്ങനെ ഓരോന്ന് പറയുന്നതാണ്, അതാണ് ഇവിടെ എനിക്ക് പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് പോവാതിരിക്കുന്നത് പെൺകുട്ടികൾക്ക് വലിയ വിഷമാവും, അതിൻ്റെ പേരിൽ വീട്ടിൽ പൊട്ടിത്തെറി ഉണ്ടാവും. ഇവിടെ പിന്നെ അതുണ്ടാവാത്തത് മോളുടെ ഇതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതിൻ്റെ ക്രെഡിറ്റ് എന്തായാലും നിൻ്റെ അമ്മയ്ക്കല്ലേ കൊടുക്കേണ്ടത്, നൈന മോൾ തന്നെയാണ് എന്നൊക്കെ പറയാം കേട്ടോ. വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തത്. പിന്നീട് എന്തായാലും പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ കല്യാണമൊക്കെ നീ ഉണ്ടാവുന്നതിന് മുന്നേ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ടുണ്ട്, നീ ഉണ്ടായ ശേഷം പോയിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. പിന്നെ ഇവർക്ക് മാത്രം എന്തിനാ ഇതൊക്കെ നിഷേധിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനിയോടും ചൂടാവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പോയിട്ട് വാന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല എന്ന്. അപ്പോൾ ജയൻ പറയും ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്, ഇവിടെ ആരുടെ വാക്കാണ് നടക്കുന്നതെന്ന് എനിക്കൊന്നും അറിയണമല്ലോ എന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു വാ നമുക്ക് പോയിട്ട് വരാമെന്ന്. അപ്പോൾ ദേവേനിയും പറയാം കേട്ടോ നിങ്ങൾ പോയിട്ട് വരണമെങ്കിൽ അങ്ങ് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പിയോ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവരും ഭാര്യയും ഭർത്താവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജയൻ അങ്ങ് പോകാനായിട്ട് തുടങ്ങും കേട്ടോ. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു അമ്മായിമ്മയുടെ കടമകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്ക്, വെറുതെ വീട്ടിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എന്ന് പറഞ്ഞിട്ട് ജയൻ അത് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തും ദേവേനിക്ക് ആകെ ദേഷ്യമാണ്. പിന്നീട് നൈനി ആദർശം കൂടുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ അവരെ ഒന്ന് സഹായിച്ചേക്കാന്ന് പറയും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ചേട്ടനെ വിളിച്ചിട്ട് ഒരു 5 മുഴം മുല്ലപ്പൂ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൈന ചോദിക്കും എന്തിനാ 5 മുഴമൊക്കെ ബാക്കി കാറിൽ വെക്കാനായിരിക്കുമല്ലേ എന്ന് പറയും. എന്തായാലും ആ ചേട്ടൻ മുല്ലപ്പൂവൊക്കെ നൈനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശം അത് വാങ്ങിച്ചിട്ട് നൈനയുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നിൻ്റെ തലയിൽ ചൂടിയാലും കാറിൽ വെച്ചാലും ഒരേ സുഗന്ധം തന്നെയാണെന്ന് പറഞ്ഞിട്ട് അത് തലയിൽ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നൈനയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് നൈനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിച്ചാലോ എന്ന്. അപ്പോൾ നൈന പറയും നമ്മൾ ഫുഡ് കഴിച്ചിട്ടല്ലേ ഇറങ്ങിയെന്ന് പറയും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു നിനക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഇഷ്ടമല്ലേ എന്ന് പറയും. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു അത് ഏതൊരു പെൺകുട്ടി അങ്ങനെയൊക്കെ ആഗ്രഹിക്കാത്തതെന്ന് പറയും കേട്ടോ. പിന്നീട് നൈനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇടയ്ക്ക് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചതാണല്ലോ, നിനക്കിപ്പോൾ ഈ വണ്ടി ഓടിക്കണോ എന്ന് ചോദിക്കട്ടോ. അയ്യോ വേണ്ട, എന്തിനാ വെറുതെ ആളുകളെ കൊല്ലുന്നതെന്ന് പറയും. അപ്പോൾ വണ്ടി ഓടിക്കുന്നത് ആളുകളെ കൊല്ലാനാണോ? അപ്പോൾ എന്തായാലും നൈന പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ വലിയ വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ. അപ്പോൾ എല്ലാ വണ്ടിയും ഓടിച്ച് പഠിക്കണം. എന്തായാലും മൂർത്തി ജ്വല്ലറിയുടെ MDയുടെ ഭാര്യയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറയുന്നത് എനിക്ക് മോശമാണെന്ന് പറയട്ടോ. അപ്പോൾ നൈന ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ് പോവുക ചെയ്യുന്നത്. പിന്നീട് അബിയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് കറക്റ്റ് നിർമ്മൽ വിളിക്കുന്നത്. നിർമ്മൽ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നിർമ്മൽ വിളിക്കുമ്പോൾ അറിയാത്ത നമ്പർ ആയിരിക്കും. അപ്പോൾ അബി ചോദിക്കുന്നുണ്ടായിരുന്നു ഇതേതാ നമ്പർ എന്ന്. അപ്പോൾ നിർമ്മൽ പറയും ഞാൻ ഇടയ്ക്ക് നമ്പർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ ജീവിതം ഇരുട്ടിലായി, നല്ല രീതിക്കാണ് ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത്, എന്തായാലും എനിക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം, 10 ലക്ഷം വേണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നീ ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ പറയുമ്പോൾ ധൈര്യമൊന്നും നീ എനിക്ക് തരണ്ട, എനിക്കിപ്പോൾ പണമാണ് ആവശ്യം, അത് നീ തരണം എന്ന് പറയാണ് കേട്ടോ. നിർമ്മലാണെങ്കിൽ കുറച്ചിങ്ങനെ കടുപ്പിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ടായിരുന്നു ഭീഷണിയാണോ എന്ന്. ഇനിയിപ്പോൾ ഭീഷണിയാണെന്ന് നീ കരുതിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് നിനക്കറിയാലോ, എന്തായാലും ഞാൻ നേരിട്ട് അങ്ങ് വരും, അല്ലെങ്കിൽ പിന്നെ പോലീസിന് ഇങ്ങനെ കീഴടങ്ങും, അപ്പോൾ എന്തായാലും പിന്നീട് സംഭവിക്കാൻ പോകുന്നത് നിനക്കറിയാലോ, നീ ആലോചിക്കുകയെന്ന് പറഞ്ഞിട്ട് നിർമ്മൽ കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അബിക്കാണെങ്കിലും ആകെ ടെൻഷനാണ്. അപ്പോൾ അത് കേട്ടുകൊണ്ട് നവ്യ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നവ്യ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ആരോട് സംസാരിച്ചതെന്ന്. അപ്പം ഞാൻ ആരോട് സംസാരിച്ചെന്നൊക്കെ നീ എന്തിനാ വെറുതെ ചോദിക്കുന്നത്, നീ എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അബി നവ്യനോട് ചൂടാവാണ് കേട്ടോ. അപ്പം നവ്യ പറയും അതിനിപ്പോൾ ഞാൻ മോശമായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നിനക്ക് ഈ അടുത്തായിട്ട് നല്ല പേടിയും ഭയമൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതിങ്ങനെ ആ നിർമ്മലിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷമാണ് എന്നൊക്കെ പറയുമ്പോൾ അബി അതങ്ങ് സമ്മതിച്ച് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ എനിക്കും അവനുമായിട്ട് ഒരു ബന്ധമില്ല, നീയും അവനും തമ്മിലല്ലേ ബന്ധം, നിങ്ങളിങ്ങനെ കോളേജ് മേറ്റ് ആയിരുന്നില്ലേ എന്നൊക്കെ പറയാം കേട്ടോ. നീ അവനെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയണം. അപ്പോൾ അതിനുശേഷം നവി പറയുന്നുണ്ടായിരുന്നു നിൻ്റെ കയ്യിൽ ആ ഫോട്ടോസ് കിട്ടിയ ശേഷം ഇവിടെ എല്ലാവർക്കും നിന്നെ സംശയമാണെന്ന് പറയുമ്പോൾ അബി പറയും എല്ലാവരും എന്നെ സംശയിച്ചോട്ടെ, പിന്നെ എൻ്റെ ഭാര്യയായ നീ എന്തിനാ അവരുടെ കൂടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ നിൻ്റെ കൂടെ നിൽക്കാൻ മാത്രമുള്ള ഒരു കാര്യം നീ ചെയ്തിട്ടില്ല എന്ന് പറയാണ് കേട്ടോ.
പിന്നീട് അബിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പം നീ പറഞ്ഞു വരുന്നത് അവനെ ഞാൻ വാടകയ്ക്ക് എടുത്തിട്ട് നിനക്ക് എതിരാക്കിയെന്നാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും നിർമ്മലിനെ കിട്ടിയാൽ എന്തായാലും നിൻ്റെ സംശയത്തിനുള്ള എല്ലാ ഉത്തരവും കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നവ്യ അങ്ങനെയൊക്കെ പറയുമ്പോൾ അബിക്കും ദേഷ്യം വന്നിട്ട് ഇങ്ങനെ വയറ്റിൽ പാഡ് കെട്ടി വെച്ചിട്ട് കള്ളത്തരം കാണിച്ച കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു, അതെന്തുകൊണ്ടാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. എന്തായാലും നീ ആരെയും ഭയക്കുന്നുണ്ട്, അത് ആ ഫ്രോഡ് നിർമ്മലിനെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് ആയിരിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോകാണ്ട്. അപ്പോൾ അബിയാണെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.